നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു. ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽപ്പ്. സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ. ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1201 ചിങ്ങമാസം 1-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച കാലത്ത് 1:45 സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി. സൂര്യന് 45 ഡിഗ്രി ബലം സിംഹൻ രാശിയിലെ ആദ്യത്തെ 20 ദിവസക്കാലം ലഭിക്കുന്നു. സൂര്യൻ്റെ ഉച്ചക്ഷേത്രം നിങ്ങൾക്കറിയാം, മേടൻ രാശിയാകുന്നു. മേടം 10 ഉദയം അത്യുച്ഛം, അതുവരെ സൂര്യൻ വളരെ ബലവാനാണ്. അപ്രകാരം തന്നെ സൂര്യന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം 20 വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു. ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം. പ്രത്യേകിച്ച് ചിങ്ങമാസം 20 വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവരെ കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ 2-ാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ മൂലക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. അത് നല്ലൊരു യോഗമാണ്. ഭൂരിദ്രവ്യോ നൃപഹൃതധനി ഭക്തരോഗി ദിതിയെ. സൂര്യൻ അത്യുഷ്ണത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ്. അത് 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 2-ാം ഭാവം തൻ്റെ കണ്ണുകളാകുന്നു. അതിനാൽ നേത്രരോഗം ഉണ്ടാക്കുന്നു. നൃപഹൃതധനി, രാജാവ് തൻ്റെ ധനം അപഹരിക്കും. അതിനാൽ പലപ്പോഴും എന്തുണ്ടാകും? സെയിൽ ടാക്സ്, GST, സെൻട്രൽ ടാക്സ്, ആദായ വകുപ്പുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളിലൊക്കെ വന്നു പെടും. സാമ്പത്തികമായ പ്രയാസങ്ങളിലൊക്കെ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കും. പലപ്പോഴും ബിസിനസ്സുകാർക്കൊക്കെ തങ്ങളുടെ കണക്ക് കാണിക്കുവാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക. അതിലൂടെ പെട്ടെന്ന് ആദായ നികുതിക്കാർ വീട്ടിൽ കയറുക, ഓഫീസിൽ കയറുക, അങ്ങനെ ഈ രീതിയിലുള്ള പ്രയാസങ്ങളിലേക്ക് ഒരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകും. ഭൂരിദ്രവ്യ, ധാരാളം ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2-ൽ ആദ്യത്തിനും വരുന്നു. പ്രത്യേകിച്ച് ഉച്ചരാശിയായ മേടത്തിൽ നിൽക്കുമ്പോഴും ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോഴും മൂലക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ നിൽക്കുമ്പോഴും നന്നായി സാമ്പത്തികമായ അഭിവൃദ്ധി വരും. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ധനേയസ്യ ഭാനുർ സ ഭാഗ്യാധിക സ്യാത്. 2-ൽ സൂര്യൻ വരുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം ഭാഗ്യമുണ്ടാകുന്നു, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ചതുഷ്പാ സുഖം, വാഹന സുഖം ലഭിക്കുന്നു. സദ്വയെ സംജയാതി, നല്ല കാര്യങ്ങൾക്കായി ധാരാളം കാശ് ചെലവാക്കും. അതിനാൽ സൂര്യനിൽ പിതൃക്കളുടെ സ്മരണ ചെയ്യാം. പിതൃസ്മരണ നിലനിർത്തുന്നത് ഏറ്റവും നല്ലതാണ്. സൂര്യൻ പിതാവാണ്, ആത്മപ്രഭാവമാണ്. അപ്രകാരം അന്നദാനാദി കർമ്മങ്ങൾ അവരുടെ പേരിൽ ചെയ്ത് സദ്വയെ സ്വം, തൻ്റെ ധനം നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബേ കലിർജായ ജായദേവി, 2-ാം ഭാവം തന്നെ പരിവാരമാകുന്നു. താൻ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തികളാകുന്നു, അത് കുടുംബമാകുന്നു. അവിടെ സ്ത്രീകൾ കാരണം, ജായ കാരണം, ജായ എന്നാൽ ഭാര്യയാണ്, ഭാര്യ കാരണം കുടുംബത്തിൽ കലി ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതിനാൽ ഫാമിലി ലൈഫിൽ വളരെയധികം ശ്രദ്ധിക്കുക. പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് മാറി നിൽക്കുക. കർക്കിടകൻ ചരരാശിയാണ്, അപ്രകാരം ധാരാളം ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, ശ്രദ്ധിക്കുക. ക്രിയാനിഷ്ഫലായാതി ലാഭസ്യഹേതോ, ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയും. അതിനാൽ സാമ്പത്തിക ഇടപെടലുകളൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം, ഇല്ലെങ്കിൽ ധനനഷ്ടം സംഭവിക്കാതെ ഇരിക്കണം. അതിനാൽ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ധാരാളം സാമ്പത്തികമായ വരവ് വരും. ആ വരവ് നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കുക. അതും ചെലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാം സാമ്പത്തിക വിഷയത്തിൽ എന്ന് പ്രത്യേകം ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് 2-ാം ഭാവം എന്നുകൂടി അറിയണം.
ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം. തൻ്റെ വലത്തെ കണ്ണാണ്, കണ്ണുകൾ ശ്രദ്ധിക്കണം. ഭർത്തവ്യം താൻ ഭരിക്കപ്പെടേണ്ടുന്ന ഫാമിലിയാണ് രണ്ടാം ഭാവം. അഖിലം വിത്തം തൻ്റെ എല്ലാ ധനവും ചിന്തിക്കേണ്ടത് രണ്ടാം ഭാവം കൊണ്ടാണ്. വാണി തൻ്റെ വാക്കാകുന്നു. രണ്ടിൽ സൂര്യൻ വരുമ്പോൾ പ്രൗഢമായ വാക്കുപയോഗിക്കും. പലപ്പോഴും തൻ്റെ വാക്കിലൂടെ നിയന്ത്രിക്കാൻ പറ്റും. അത്ര ശക്തമാണ് വാക്പതി. വിദ്യാജ വിവിധാഭ്യത, വിവിധ രീതിയിലുള്ള വിദ്യകളെ ചിന്തിക്കാം. അതിനാൽ ധാരാളം അറിവ് നേടാൻ ഈ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തിയെ സഹായിക്കും. കർക്കിടകം രാശിക്കാരെ എന്നറിയുക. നന്ദി, നമസ്കാരം.